എന്ന് ചിന്തിച്ച് അത് പ്ലാൻ തയ്യാറാക്കി ഓരോ വർഷവും അതിന്റെ ആ ചേഞ്ച് ഗ്രോത്ത് എന്താണ് എന്ന് നമ്മൾ പരിശോധിച്ച് നമ്മൾ മുന്നോട്ട് പോകും. മാറ്റം ഉണ്ടാകും. ഒരു കൾച്ചർ ഉണ്ടാക്കിയാൽ ആ കൾച്ചറിന്റെ ഭാഗവും എല്ലാവരും. ഞാൻ 3 കൊല്ലം കൊണ്ട് ആദ്യം MLA ആയിരുന്നപ്പോൾ 60 കോടി രൂപയുടെ ഒരു കുടിവെള്ള വിതരണമാണ്. ഒരു വലിയ പദ്ധതി അന്ന്. ഇപ്പൊ 500 കോടിയാവും. 60 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതി 3 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കി 2.5 ലക്ഷം പേർക്ക് വെള്ളം കൊടുത്ത എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി അതായിരുന്നു. ഞാൻ MLA കുടിവെള്ളം ഇല്ലായിരുന്നു. ഞാൻ പറയുന്നു, വാട്ടർ അതോറിറ്റിയിൽ എനിക്ക് മുൻപോ അതിനുശേഷമോ ഒറ്റ പ്രോജക്ട് സമയത്ത് തീർന്നിട്ടില്ല. ഞാൻ 60 കോടി രൂപയുടെ 1 രൂപ പോലും എസ്കലേഷൻ മേടിച്ചിട്ടില്ല. ഒറ്റ രൂപ പോലും കൂടുതൽ ഉണ്ടാക്കിയിട്ടില്ല. ചെയ്യാൻ പറ്റും. എന്നോടൊപ്പം 98-ൽ ഞാൻ 2003-ൽ തുടങ്ങി 2006-ൽ ഞാൻ എന്റെ 2ാമത്തെ ഇലക്ഷൻ മത്സരിക്കുന്നതിന് മുമ്പ് 2.5 ലക്ഷം പേർക്ക് കുടിവെള്ളം കൊടുത്തു. 98-ൽ ഈ സിറ്റിയിൽ തുടങ്ങിയ ഒരു പ്രോജക്ട് 2011 ആയപ്പോഴാണ് തീർന്നത്. 36 കോടി രൂപയ്ക്ക് 98-ൽ തുടങ്ങിയ പ്രോജക്ട് 172 കോടിയിലാണ് തീർന്നത്. ഈ 60 കോടി രൂപയുടെ ഈ സമയബന്ധിതമായി 3 കൊല്ലം ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറയാം. ഞാൻ അങ്ങനെ ചെയ്തു എന്ന് പറയാൻ ഗമ കടിക്കാൻ പറഞ്ഞല്ല. ചെയ്യാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ചെയ്യാൻ പറ്റും. വാശിയായിരുന്നു. ആദ്യമൊന്നും ആരും മൈൻഡ് ചെയ്യില്ലായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫൈൻ എടുക്കും. പിന്നെ നമ്മൾ അതിന്റെ പുറകെ നിന്ന് വാശിയോടെ നിന്ന് മന്ത്രി മുതല് അന്ന് തമിഴ്നാട്ടിൽ നിന്നാണ് ഓരാൻ വരുന്നത്. ഇതല്ലല്ലോ ACB അല്ല. ഓരാൻ വരുന്ന ആളുകൾ വരെ ഒരു ടീമായിട്ട് അങ്ങ് നിന്ന് വാശിയാണ്. സർക്കാർ ഓഫീസിൽ ഫയൽ വരുമ്പോ പറയതേ അത് ഇതാ പണം കൊടുത്ത ഫയലാണ്, ഇപ്പൊ വിളി വരും, വേഗം റെഡിയാക്കി അടുത്തേക്ക് അയക്കാം. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അതൊരു സിസ്റ്റം വന്നതാണ്. ആ സിസ്റ്റത്തെ നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. നമ്മുടെ സെക്രട്ടേറിയറ്റിലേക്ക് ഇരിക്കുന്ന ആളുകൾ ആരും മോശക്കാരൊന്നുമല്ല.